പൊന്നുമോനെ. നാളുകൾ കടന്നുപോയി. കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ അനുഭവിച്ച് ജയിലിൽ കഴിയുന്ന തോമസ് ചാക്കോ അഥവാ ആടുതോമയുടെ ജീവിതത്തിൽ വലിയ മാറ്റം തന്നെ വന്നു തുടങ്ങി. തന്റെ അപ്പൻ ചാക്കോയുടെ മരണം അവന്റെ മനസ്സിനെ ആകെ തകർത്തിരുന്നു. എന്നാൽ അതേസമയം അപ്പൻ അവസാന നിമിഷങ്ങളിൽ കാണിച്ച സ്നേഹം അവനിൽ ഒരു പുതിയ ജീവിതത്തിന്റെ വിത്ത് വിതറി. ജയിൽ ലൈബ്രറിയിൽ അയാൾ സമയം ചെലവഴിക്കാൻ തുടങ്ങി. തന്റെ പഴയ മെക്കാനിക്കൽ കഴിവുകൾ വീണ്ടും ഉപയോഗിച്ച് ചെറിയ കണ്ടുപിടുത്തങ്ങൾ ചെയ്തു. അവന്റെ കഴിവുകൾ കണ്ട് ജയിലധികാരികൾ പോലും അത്ഭുതപ്പെട്ടു. അവന്റെ നല്ല പെരുമാറ്റം കാരണം വർഷങ്ങൾക്ക് ശേഷം ശിക്ഷ കുറച്ചു. ഇതിനിടെ പൂക്കോയയുടെ സാമ്രാജ്യം തകർന്നു. കുറ്റിക്കാടനും മരിച്ചതോടെ അവരുടെ ശക്തി കുറഞ്ഞു. പുതിയ പോലീസ് ഓഫീസർമാർ വന്നതോടെ അവരുടെ അനധികൃത പ്രവർത്തനങ്ങൾ പുറത്തുവന്നു. അവസാനം പൂക്കോയ തന്നെ നിയമത്തിന്റെ മുന്നിൽ കീഴടങ്ങി. അങ്ങനെയിരിക്കെ രാവുണ്ണി മാഷും ഫാദർ ഒറ്റപ്ലാക്കനും വിടവാങ്ങി. തുളസി തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും തോമയെ മറന്നില്ല. അവൾ അവനു വേണ്ടി കാത്തിരുന്നു. സ്കൂൾ അധ്യാപികയായ അവൾ തന്റെ അച്ഛൻ രാവുണ്ണി മാഷിനെ പോലെ കുട്ടികൾക്ക് നന്മ പകർന്നു കൊടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. തോമയുടെ സഹോദരി ജാൻസിക്കിപ്പോൾ ഒരു മകനുണ്ട്. തോമയെ പോലെ തന്നെ മെക്കാനിക്കലും കണ്ടുപിടുത്തത്തിലുമാണ് അവന് താല്പര്യം. അവർ നല്ലൊരു കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും തന്റെ വല്യേട്ടന്റെ ജയിൽവാസം ജാൻസിയെ ദുഃഖത്തിലാഴ്ത്താറുണ്ട്. തോമയുടെ അമ്മ മേരി അവരുടെ ജീവിതം പുനർനിർമ്മിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ തോമയുടെ അഭാവം അവരെ വേദനിപ്പിക്കുന്നു. മരിച്ചുപോയ തന്റെ ഭർത്താവിന്റെയും ജയിൽവാസത്തിലുള്ള തന്റെ മകന്റെയും ഓർമ്മകളിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. മകളുടെ കുട്ടിയാണ് അവർക്ക് ഏക ആശ്വാസം. മണിമല വക്കച്ചനും കുഞ്ഞു മുഹമ്മദും പാച്ചുപിള്ളയും ഇടയ്ക്കിടെ തോമയെ സന്ദർശിക്കാൻ പോകാറുണ്ട്. നല്ല നടപ്പിന്റെ പേരിൽ വർഷങ്ങൾക്ക് ശേഷം തോമയ്ക്ക് ചില ഇളവുകൾ നൽകിക്കൊണ്ട് ജയിൽ മോചനം ലഭിക്കുന്നു. ജയിൽവാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന തോമയെ കാത്തു നിൽക്കുന്നത് തുളസിയും അമ്മയും. അവൻ തന്റെ അമ്മച്ചിയെ കെട്ടിപ്പിടിക്കുന്നു. ഇത്രനാൾ എന്നെ കാത്തിരിക്കാൻ മാത്രം അത്രയ്ക്ക് പ്രേമമാണോടി പെണ്ണെ എന്നും പറഞ്ഞ് തുളസിയോട് അവൻ ചിരിച്ചു കണ്ണിറക്കുന്നു. ഒരിക്കൽ നഷ്ടപ്പെട്ട കുടുംബം അയാൾക്ക് വീണ്ടും ലഭിക്കുന്നു. തോമ നേരെ പോകുന്നത് ജാൻസിയുടെ അടുത്തേക്കാണ്. ജാൻസിയുടെ മകനെ കണ്ടതും അയാൾ അവനെ ചേർത്ത് പിടിക്കുന്നു. അവനെ കണ്ടപ്പോൾ തന്റെ ബാല്യമാണ് തോമയ്ക്ക് ഓർമ്മ വന്നത്. അങ്ങനെയിരിക്കെ തോമ തന്റെ അപ്പച്ചന്റെ ഓർമ്മയ്ക്കായി ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നു. സ്ഫടികം എന്ന പേരിൽ ആ പഴയ ലോറിക്ക് പകരമായി ഒരു ചെറിയ വർക്ക്ഷോപ്പ് തുടങ്ങുന്നു. തന്റെ പഴയ ജീവിതത്തിന്റെ ഓർമ്മയും പുതിയ ജീവിതത്തിന്റെ പ്രതീകവുമായി അതേ പേരിൽ തന്നെ തോമ ഇലക്ട്രോണിക് ബിസിനസ് ആരംഭിക്കുന്നു. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി തന്നെ കൊണ്ട് കഴിയുന്നത് പോലെ സാമ്പത്തിക സഹായവും അവൻ നൽകി. തന്റെ അപ്പച്ചന്റെ പേരിൽ ഒരു സ്റ്റുഡന്റ് സ്കോളർഷിപ്പും തോമ നൽകാൻ തുടങ്ങി. തന്റെ ഇനിയുള്ള ജീവിതം കഴിഞ്ഞുപോയ തന്റെ ഇരുണ്ട ജീവിതത്തിന് പകരം വെച്ച് അർത്ഥപൂർണമാക്കണം, അതായിരുന്നു തോമയുടെ ആഗ്രഹം. അങ്ങനെയിരിക്കെ തോമ തുളസിയെ വിവാഹം കഴിക്കുന്നു. തുളസി ഒരു കുഞ്ഞിന് ജന്മം നൽകി. അവന് ചിത്രകാരനാവാനാണ് താല്പര്യം. ഒരിക്കലും തന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഇനിയും ആവർത്തിക്കാതിരിക്കാൻ മകനുമേൽ അമിത പ്രതീക്ഷയൊന്നും വെക്കാതെ അവന്റെ ഇഷ്ടത്തിനും അഭിരുചികൾക്കുമായി തോമ വിട്ടുകൊടുത്തു. അവനൊരു പ്രശസ്ത ചിത്രകാരനായി മാറുന്നു. തോമ തന്റെ മകന്റെ നേട്ടം കണ്ട് അഭിമാനിക്കുന്നു. അവരുടെ ജീവിതം സുഖകരമായി മുന്നോട്ടു പോകുന്നു. ഒരു ദിവസം താൻ പണ്ട് അപ്പച്ചന്റെ പേരിൽ സ്കോളർഷിപ്പ് നൽകിയ വിദ്യാർത്ഥികളിൽ ഉണ്ടായിരുന്ന ഒരു പയ്യൻ എന്തു ചോദിച്ചാലും വിവരങ്ങൾ നൽകുന്ന ഒരു കുഞ്ഞു റോബോട്ട് എന്ന അവന്റെ കണ്ടുപിടുത്തവുമായി തോമയുടെ അടുത്തേക്ക് വരുന്നു. തോമ അത് കണ്ടപ്പോൾ ചിരിച്ചു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. ആ സമയത്ത് അപ്പച്ചന്റെ ശബ്ദം തോമയുടെ ഉള്ളിൽ മുഴങ്ങുന്നത് പോലെ അവന് തോന്നി. നീ തോറ്റിട്ടില്ല തോമ, നീ ഒടുവിൽ ജയിച്ചു. വർഷങ്ങൾക്ക് ശേഷം ആളുകൾ ആടുതോമ എന്ന പേര് മറന്നു. പിന്നീട് അയാളെ എല്ലാവരും വിളിച്ചത് സ്ഫടികം തോമ. ശുദ്ധമായ ഹൃദയമുള്ള ഒരു മനുഷ്യൻ. പുതിയ പ്രതീക്ഷകളുമായി അയാൾ വീണ്ടും മുന്നോട്ട്.